മനുഷ്യരിടയിൽ നൽകപ്പെട്ടിരിക്കുന്ന ഏക നാമം യേശുവിന്റെ നാമമാണ്. ഈ നാമം പറയുന്നിടത്ത് ആ നാമം ഇറങ്ങി വരും. ഇതാണ് ഈ നാമത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇന്ന് നീ അനുഭവിക്കുന്ന ഏത് പ്രതിസന്ധിയാണെങ്കിലും എന്റെ കർത്താവിന് പ്രശ്നമല്ല. ആ പ്രതിസന്ധികളെ മായ്ച്ച് തിരുത്തി എഴുതുവാൻ കഴിയുന്ന ദൈവമാണ് നമ്മുടെ യേശു. കഴിഞ്ഞ ഇതേ സമയത്ത് വലിയൊരു ആക്സിഡന്റ് വന്നൊരു മനുഷ്യനാണ് ഞാൻ. വലിയൊരു ഭാരതവൻസ് എന്ന് പറയുന്ന വലിയൊരു വണ്ടി വന്ന് എന്റെ ബൈക്കിലിടിച്ച് ഒരു 100 മീറ്ററോളം തെറിച്ചുപോയി വീണ് 2 കാലും ഒടിഞ്ഞു. വലത് കൈ പറഞ്ഞു പോയി. വലത് സൈഡിലെ വാരിയന്റെ മുഴുവൻ അകത്തേക്ക് കയറിപ്പോയിട്ട് ലെൻസിന് കേട് സംഭവിക്കുന്ന നിലവാരത്തിലുള്ള ഭയങ്കര ഒരു ആക്സിഡന്റ് വന്ന മനുഷ്യനാണ്. എന്നിട്ട് തല പൊട്ടി തലച്ചോറ് ബ്ലഡ് ഇറങ്ങി. വായിക്കാത്ത തന്നെ 10-70 സ്റ്റിച്ചാണ്. വായിക്കാത്ത പല്ലുകൾ ഒരു സെറ്റോടെ മുഴുവൻ താഴോട്ട് വീണു. ലോക വൈദ്യന്മാർ പറഞ്ഞു 20% മാത്രമേ സാധ്യതയുള്ളൂ. ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രീസറോട് ഡോക്ടർമാർ ലാസ്റ്റ് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ. ജനമെല്ലാം ശക്തമായി പ്രാർത്ഥിച്ചു. മരിച്ചവസ്ഥയിൽ കിടന്ന 7 ദിവസം കോമായിസിൽ മിണ്ടാൻ വയ്യാതെ മരിച്ചെന്ന് പറഞ്ഞ മനുഷ്യനെ യേശു എഴുന്നേൽപ്പിച്ചു വിട്ടു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം അസ്തമിച്ച പകല വിഷയത്താൽ ഭാരപ്പെടുന്ന ജീവിതമേ, നിന്റെ ജീവിതം തകർന്നിട്ടില്ല. യേശു മഹാദൈവമാണ്. നിന്റെ ഏത് പ്രശ്നങ്ങളെയും മാറ്റുവാൻ യേശു മതിയായ ദൈവമാണ്. രോഗിയായി നീ ഭാരപ്പെടുന്നുവോ, കടഭാരമായി ഭാരപ്പെടുന്നുവോ, നീ അനുഭവിക്കുന്ന ഏത് പ്രശ്നമായിരുന്നാലും അതിനൊക്കെ യേശുവിന് മുമ്പിൽ ഉത്തരമുണ്ട്. ഈ സമയത്ത് തന്നെ നിന്റെ മുറിക്കകത്തേക്ക് ഇറങ്ങി വന്ന് നിന്നെ തൊടുവാൻ, നിന്നെ സൗഖ്യമാക്കുവാൻ യേശു മഹതിയായ ദൈവമാണ്. അവൻ വിടുവിക്കുന്ന ദൈവമാണ്. ആ കർത്താവിന്റെ മുമ്പിലേക്ക് നമ്മെ തന്നെ സമ്പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഒരു നിമിഷം പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഏതവസ്ഥയിലായിരുന്നാലും ഒരു നിമിഷം ഞങ്ങളോട് പ്രാർത്ഥിക്കുക. ഈ സമയത്ത് തന്നെ നിങ്ങൾ എഴുന്നേൽക്കും. ഈ സമയത്ത് തന്നെ കർത്താവ് നമുക്ക് വേണ്ടി വലിയവ ചെയ്യും. ഈ സമയത്ത് തന്നെ നിങ്ങളുടെ വിഷയങ്ങളെ മായ്ച്ചു ദൈവം തിരുത്തി എഴുതും. കർത്താവ് നിങ്ങൾക്ക് പാപപരിഹാരകനാണ്. ഏത് വിഷയങ്ങൾക്കും കർത്താവ് മതിയായ ദൈവമായതുകൊണ്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, ഈ ആകാശവും ഭൂമിയും സകല എണ്ണകടാങ്ങളും നിർമ്മിച്ച ഞങ്ങളുടെ പിതാവേ, അവിടുത്തെ പൊന്നുപാദപീഠത്തിലേക്ക് കടന്നു വരിക. കർത്താവേ, ഈ സമയത്ത് ആരെങ്കിലും രോഗത്താൽ, കടഭാരത്താൽ, ബുദ്ധിമുട്ടുകളാൽ, ആഞ്ഞടിക്കുന്ന പ്രതികൂലങ്ങളാൽ കഴിഞ്ഞു പോകുന്ന ആരെങ്കിലും ഞങ്ങളെ ശ്രമിക്കുന്നെങ്കിൽ യേശുവിന്റെ നാമത്തിൽ അവൻ സൗഖ്യമാകട്ടെ. അവന്റെ മേലുള്ള വ്യാപാര ശക്തികൾ അഴിഞ്ഞു മാറട്ടെ. ദൈവമേ, വലിയ വച്ചിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.